ഹായ് നമസ്കാരം. ലിയാ ഗാർഡൻ NP ലിയാ ഗാർഡൻ നിറച്ച് പോരും കേട്ടോ. അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ എത്തും. അപ്പൊ നമ്മള് എല്ലാ മാസം നമ്മൾ തിരുവനന്തപുരം പോകുന്നുണ്ട്. ഇപ്പൊ ഈ 2025 ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കാസർഗോഡ് പോയി, ഈ മാസം തന്നെ പോയി. ഇനിയിപ്പോ തിരുവനന്തപുരം നമ്മളിപ്പോ പോകുന്നുണ്ട് ഈ തിങ്കളാഴ്ച 26/1/2025. അപ്പൊ ഓർഡറുകൾ ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തുള്ള ഓർഡറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യും. കാരണം ഒക്കെ നമ്മൾ ഹൈവേ സപ്ലൈ ആണ്. ഹൈവേ സപ്ലൈ ആണെങ്കിലും ശരി, നമ്മൾ ഇവിടെ ബുക്കിന് റേറ്റ് സാധനം തരും. പക്ഷെ നമ്മൾ ചെറിയ 100-200 എന്തെങ്കിലും ആ സാധനത്തുമ്പോൾ മൊത്തം എല്ലാവർക്കും സാധനത്തുമ്പോൾ ഒരു വണ്ടി എണ്ണ പൈസയും കിട്ടണം തോതിൽ ചാർജ് അല്ല. ഫ്രീ ഡെലിവറി നമുക്കില്ല. അതിനനുസരിച്ച് സാധനം അമൗണ്ടൊക്കെ എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഇവിടെ കണ്ട ഈ 300 കണ്ട പ്ലാവ് അവിടെ ആ 300 തരും. പക്ഷേ ഒരു 50 റുപ്യ നമ്മൾ ഡെലിവറി ആയിട്ട് അതിന് കൂടും. അതെങ്ങനെ വെച്ചാൽ 1000 റുപ്യേൻ്റെ സാധനം ഒരു 100 റുപ്യ കൂട്ടും. അതില്ലാതെ നമുക്ക് വെക്കൂല. 2000 റുപ്യ സാധനം അങ്ങനെ കൂട്ടണുള്ളൂ. ആ നിലയ്ക്ക് ഇപ്പം നമ്മൾ കൂട്ടണുള്ളൂ. പിന്നെ ഒരു 1-2 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഉള്ളിക്കാണ്ടല്ല, അധികം ഹൈവേ സപ്ലൈ ആണ് മെയിൻ. ഇതാണ് നമ്മൾ സോഫ്റ്റ് മട്ടവ 1000 റുപ്യാണ്. 1000 രൂപ ഉണ്ട്. സാധാ പർപ്പിൾ മട്ടവ നമ്മൾ യെല്ലോ മട്ടവ 50 റുപ്യ ഉള്ളൂ. 100 റുപ്യ 50 റുപ്യ. നമ്മൾ സാധാ പർപ്പിൾ ആകുമ്പോൾ 100, ജയന്റ് പർപ്പിൾ ആകുമ്പോൾ 300, സോഫ്റ്റ് ആകുമ്പോൾ 1000. നല്ല ഉഷായിട്ടുള്ള സൂര്യ റെഡ് ജാക്ക് നമ്മൾ ഒരുപാടുണ്ടല്ലോ അല്ലേ? ഉണ്ട് 500 റുപ്യ ഉള്ളു. അതിന്റെ ചെറുത് ഉണ്ടാക്കി 100 ഉണ്ട്. ചെറുത് നല്ല ബുഷായിട്ട്. ഇത് എത്ര വർഷം കൊണ്ട് കായ വരും? ഇത് 2-ാം വർഷം. നല്ലൊരു പ്ലാന്റ് തന്നെ കേട്ടോ. അടിപൊളി പ്ലാന്റ് തന്നെയാണ്. ബുഷായിട്ടുള്ള 500 രൂപക്കാണ് ഇത് കൊടുക്കുന്നത്. പ്ലാവിലെ ചക്കളൊക്കെ വേണമെങ്കിൽ 800 ഉണ്ട്. ചക്കന്റെ നോക്കണേ. ചക്ക ഉണ്ടാവുമ്പോ ചെടിയാൻ പണിയില്ലേ, ചെടി ഒരു ഇതുണ്ടാവില്ല. ആ സ്ഥാനത്ത് ചക്കലിനകത്തൊക്കെ നല്ല നല്ല ചെടിയെല്ലാം നല്ല ക്ലിയറിൽ അവിടെ ഒക്കെ കണ്ടല്ലോ നമ്മള്. അല്ലേ ഫ്ലവർ എന്നാ കോട്ടൂർക്കോൺ. ഇത് എത്ര രൂപ കൊടുക്കാം? കോട്ടൂർക്കോൺ 700. പിന്നെ വലിയ ബറാബ 500 ഉള്ളൂ. വലിയ ബറാബ 500 റുപ്യ. നല്ല വലിയ ബറാബ. കാവുന്നത് എത്ര രൂപ കൊടുക്കുന്നത്? ഇത് വലുതാണ് 50 റുപ്യ. അതിന്റെ ചെറുതാ 30 റുപ്യ. സീറ്റ് രൂപി NR ഫ്ലവർ വന്നത് 400. ഇനി നമ്മള് ഇതാവാണെങ്കിൽ ഐശ്വര്യ ഇതാണ് ഐശ്വര്യ. അപ്പൊ NR ഐശ്വര്യം ആണെങ്കിൽ ഒന്നും കൂടി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതാണ്. NR നല്ല നീളം കുറവേക്കാരം, റെഡേക്കാരം ലീഫ്. ഇത് സാധാ നല്ല പച്ച തൂമ്പ വരിക. കായ നല്ല മധുരം, നല്ല പൊടിയാ. രണ്ടും നല്ല രസമാണ്. പക്ഷെ എന്താ വെച്ചാൽ കുറച്ച് വലിപ്പം കൂടുക ഐശ്വര്യാണ്. തായ്ക്കിങ് ഞാവളി തായ്ക്കിങ് 1 വർഷം കൊണ്ട് കായ്ക്കൂട്ട. നമ്മൾ ഈ വർഷം കായ്ക്കുന്നുണ്ട് കേട്ടോ. പൂടുണ്ട്. N18 എന്തായാലും ഈ വർഷം കായ്ക്കും. പൂ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. നമുക്ക് ഇത്രയും വലിപ്പമുള്ള ഈ സൈസ് എത്ര രൂപ? 1200. 1200. വേണ്ട നമുക്ക് 500 അടുത്ത വർഷം വെയിറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ 500 ഉണ്ട്. നല്ല ബുഷായത്. ബുഷ് വേണ്ടത് ബുഷ്, ഞാൻ ഐറ്റ് വേണ്ടത് ഇത് ഐറ്റ്. അത്രയും വലുത്. ഈ വർഷം കായ്ക്കൂല, അടുത്ത വർഷം. ഈ വർഷം എന്ന് പറഞ്ഞപ്പോ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ റംബൂട്ടാൻ ഫ്ലവറിന്റെ ടൈമാ. ഇപ്പൊ ഓരോരുത്തർക്ക് സംശയം ഉണ്ടാവും ഇപ്പൊ വാങ്ങിയത് എന്താ വെച്ചാൽ ഈ വർഷം നമ്മളിപ്പോ പൂട്ടില്ല. അപ്പൊ സംശയം കിട്ടും വേണ്ട. കാരണം എന്താ വെച്ചാല് ജനുവരി ലാസ്റ്റോട് കൂടി സ്ഥലത്തൊക്കെ ഫ്ലവർ ആയി. ജനുവരി ഫസ്റ്റോട് കൂടി സ്ഥലത്ത് അയക്കണ്. ഞാൻ വെച്ചിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ലാസ്റ്റ് വരെ ഫ്ലവറിങ്ങിന്റെ ടൈം. N18 അങ്ങനെ തന്നെയാണ്. അത് ചില N18 ഫസ്റ്റ് ആവും. നോട്ടും മറ്റേ കുറച്ച് ചോട്ടിലും വളവും അത്യാവശ്യം വളമൊക്കെ കറക്റ്റ് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് ആവും. പിന്നെ അപ്പൊ ഇത്രയും വലിയ സാധനം നമ്മൾ 500 റുപ്യ കിട്ടും. N18 അല്ല, അടുത്ത വർഷം കായ്ക്കുന്നു കേട്ടോ. അതിന്റെ ചെറുത് വേണ്ടവർക്ക് 200 ഉണ്ട്. അതിന്റെ ചെറുത് വേണ്ടവർക്ക് അപ്പൊ 350 ഉണ്ട്. അങ്ങനെ വലുപ്പത്തിന് സാധനം ഉണ്ട്. ഞാൻ നല്ല വലുത് വേണ്ടവർക്ക് 2000-3000 കഴിഞ്ഞ പ്രാവശ്യം നിറച്ച് കായുണ്ട്. അതിന്റെ 5000-6000 ഇതൊക്കെ ഉണ്ട്. വലിയ വലിയ പ്ലാന്റുകൾ എല്ലാ ഐറ്റത്തിലും സാധനം ഉണ്ട്. ചെറുതും വലുതും. എത്ര വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ റംബുട്ടാനിൽ നമ്മളൊക്കെ ഇപ്പൊ ഒരു 10-26-27 വെറൈറ്റികളും ഉണ്ട്. റംബുട്ടാനിൽ സീസറും മഞ്ഞന്റെ അതായത് സീസറും അങ്ങനെ ഒക്കെപ്പാടെ ഒക്കെപ്പാടെ കൂട്ടുമ്പോ മഹർലിംഗ, മൽവാന, റോങ്ഗ്രീന്, ബിഞ്ചായി അങ്ങനെ ഓരോ ഐറ്റം പറയുമ്പോ E35 എന്നൊക്കെ പറയുമ്പോ 10-26 വെറൈറ്റി ഉണ്ട്. ഏറ്റവും നല്ല നമുക്ക് യെല്ലോയില് നമുക്ക് ഏറ്റവും നല്ല E35 അല്ലെങ്കിൽ പിന്നെ വലിയ യെല്ലോ, പിന്നെ N80, റോങ്ഗ്രീന്. യെല്ലോന്റെ പ്രത്യേകത യെല്ലോ നല്ല വലുപ്പമുള്ള, അതായത് N80 ഇപ്പൊ നമ്മളിപ്പോ മഞ്ഞയിൽ ഇപ്പൊ നമുക്ക് കുറച്ച് വലുപ്പമുള്ള യെല്ലോ ഉണ്ടല്ലോ. ഏത് നമ്മള് എന്താ പറയാ എബ്രാൻകുട്ടി ചേട്ടന്റെ യെല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വലുപ്പമുള്ളത്. ചൈലാറൊക്കെ നമുക്ക് നല്ലോണം കായപ്പിടുത്ത നമുക്ക് സാധാ N80 തന്നെ. സാധാ റംബൂട്ടാൻ ഫസ്റ്റ് എല്ലാരും വെക്കണം. ഫസ്റ്റ് നമ്മള് വെക്കാൻ പറ്റിയ വെറൈറ്റി N80 ആണ്. N80 വെക്കണം. അത് കഴിഞ്ഞ് അത് വെച്ച് നല്ലോണം കാഴ്ച അല്ലെങ്കിൽ തുടങ്ങി അത് വെച്ചതിന് ശേഷം നമുക്ക് മഞ്ഞ വേണമെങ്കിൽ E35 വെക്കാം. E35 വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വെറൈറ്റികൾ ഇങ്ങനെ നോക്കേണ്ട ആവശ്യമുള്ളൂ.
മരമുന്തിരി ഇതൊക്കെ അറച്ച് കായലാണ് ഓരോരുത്തർ ഇങ്ങനെ വന്നവർ ഇങ്ങനെ അർത്താണ്. നമുക്കിവിടെ നല്ല കായുള്ള മണി ഇവിടെ വേറുണ്ട്. അതേമാതിരി ചട്ടി തന്നെ ഇതേ സൈസ് വലിപ്പം തന്നെ കുറച്ച് കുറഞ്ഞൊക്കെ വേണം ഇവിടെ കാണിക്കാം. നമുക്ക് ഇവിടെ ഉണ്ട് സബാറ വലുതുമാണ് ഉണ്ട്. എന്താ ഇത് എസ്കാർലേറ്റ്, ഇത് കായലിനതിന്റെ നമുക്കൊരു അയച്ച് ഫ്ലവർ ആവണുള്ളൂ. ഇതാ ഫ്ലവർ ഇങ്ങനെ വരുന്നുള്ളൂ. നമ്മുടെ കഥ സൈഡ് കൂടി ഫ്ലവർ ആണില്ലേ. ആ അതൊക്കെ 5 ഉറുപ്പ്യ ഉള്ളൂ. ഇതാ 5000 രൂപ കൊടുക്കണം. 5000 ഉറുപ്പ്യ ഒക്കെ കായുണ്ടായി തന്നെ ഉണ്ടാവും. ഇതാണ് പിന്നെ നമുക്ക് ഇതിൽ ചിലതൊക്കെ കായുള്ളത് ഉണ്ടായിരുന്നു. നമ്മള് 2-ന് വിറ്റില് നമുക്ക് ഇതൊരു 1.5 കൂട്ടാം. 1500 രൂപ കായുണ്ടായി തന്നെയാണ്. ഇനി വേണമെങ്കിൽ അപ്പുറത്തിലുണ്ടോ നോക്കാം. അത് എസ്കാർലേറ്റ് ആണ്. അതൊക്കെ റെഡ് ഹൈബ്രിഡ്. ഇതൊക്കെ കായുണ്ടായിരുന്നു. റെഡ് കായ ചെലതിമലൊക്കെ കായ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും 5-6 മാസം കൊണ്ട് സാധനം ആവും. ചട്ടി തന്നെ ആണെങ്കിൽ. നിലത്താകുമ്പോ പിന്നെ 6 മാസം വൈകും കേട്ടോ. ഏത് പ്ലാന്റും ചട്ടിയിലാകുമ്പോ മദ്ദിച്ചുകൊണ്ട് വേണം കായ്ക്കും. നിലത്തേക്കുമ്പോ ഒന്ന് വേഗം വലുതാകാനും നോക്കുള്ളൂ. ഒന്ന് വലുതായിട്ട് പിന്നെ കായ ആവുള്ളൂ. ഇതിപ്പോ ട്രിപ്പ് ഇപ്പൊ ഫുള്ള് കറുത്ത കായ് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഇപ്പൊ ഫുള്ള് പുതുതായി വരികയാണ്. പക്ഷെ ഇത് വില ഉണ്ട്. ഇത് നമുക്ക് അങ്ങനെ മോഹവിലാക്കി കൊടുക്കാനും പറ്റില്ല. കാരണം അങ്ങനെ വന്നത് നമ്മള് ഇത് വിലക്ക് വന്നാണ്. നമുക്ക് റേറ്റ് പറയാൻ പറ്റുമോ? ഇത് റേറ്റ് അങ്ങനെ പറയാൻ പറ്റായില്ല. പക്ഷെ എന്താ വെച്ചാൽ ഏത് നമ്മൾ പറയാതെക്കലില്ല. ഇത് നമ്മളെ കൂട്ടുകാരൻ കൊണ്ടുപോയതായിരുന്നു. നമ്മളെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അത്രയും ആളാണ്. ഇതവൻ വലിയ വിലക്കിന്റെ കൊണ്ടുപോയതാ. അന്ന് തന്നെ കായുണ്ടോ അവനെന്താ വെച്ചാല് അന്നവൻ ചെറുതും കുറച്ച് കൊണ്ടുപോയി വലുതും കൊണ്ടുപോയി. അതില വലുത് ഈ കായ കൊടുക്കാൻ അന്നാണ് കൊണ്ടുപോയതാ. ഒരു എന്നിട്ട് ഓന് ചെറിയ തന്നെ ഇഷ്ടം പോലെ ഫുള്ള് കായിട്ട് തുടങ്ങി. അപ്പൊ ഇതിപ്പോ പൈസക്ക് ഇത് ആവശ്യം ഉണ്ടായപ്പോ അങ്ങനെ കൊടുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് കൊടുക്ക. ഓൻക്ക് അന്ന് കൊടുത്ത വിലക്ക് കൊടുക്കാം. അന്നത്തെ വിലക്ക്. പക്ഷെ അന്നത്തെ വില വലിയ വിലയാണ്. പിന്നെ അതിന് ചെറുത് നമുക്ക് ഇതൊക്കെ ആകുമ്പോ നമുക്ക് 6 ഉറുപ്പ്യ 7 ഉറുപ്പ്യ കയറുള്ളൂ. അതൊക്കെ കായുണ്ടായി തന്നെ. ഇനിയിപ്പോ ഉണ്ടാകുമ്പോ ഫുള്ള് ഫ്ലവറാണ്. വലിയ ചട്ടിയാണ്. നല്ല നല്ല സാധനം. ഇത് നമ്മളെ ഇമാ ബസന്താണ് ഫ്ലവർ നമ്മൾ വരുന്നു കേട്ടോ. മാങ്ങ നമ്മളെ ഇന്ത്യന്റെ നമ്പർ 1 മാങ്ങയാണ്. അതായത് നമ്മളെ രത്നഗിരി അൽഫോൺസ് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ഇമാ ബസന്ത് ഒക്കെ ഫ്ലവർ ആട്ടാ. കഴിഞ്ഞ പ്രാവശ്യം മാങ്ങ ഉണ്ടായിട്ടാണ് നമ്മള് പ്രാവശ്യം ഡ്രമ്മക്ക് വെച്ചാണ്. അത് കവറിലായിരുന്നു. അതാ അവിടെ എന്താ വെച്ചാൽ ഇത് ഇട്ട് നോക്കുമ്പോ കുറച്ച് ക്ഷീണം പറ്റിക്കണ്. അഞ്ഞൊന്നും റെഡിയാക്കി കൊണ്ടുവരാണ്ട്. ഇമാ ബസന്ത് ഇത്രയും വലിയ ഈ പ്ലാന്റ് എത്ര രൂപ കൊടുക്കാം? അതിപ്പോ നമ്മള് മാങ്ങ ഉണ്ടായ ടൈമിൽ ഇവിടെ കൊണ്ട് ഇങ്ങനെ കാണാം. ഇതൊക്കെ വേണ്ടവർക്ക് നമ്മള് ആ ഡ്രമ്മ് അപ്പൊ വേണ്ടെങ്കിൽ അപ്പൊ ആ ഡ്രമ്മ് പൈസ കീച്ചിക്കാണ്ട് നിലത്തേക്ക് വെച്ചു കൊടുക്കും കേട്ടോ. ഏതിപ്പോ അത് നിലത്ത് വെക്കാനുള്ളവർക്കാണെങ്കിൽ നമ്മൾ തന്നെ ചെന്നിട്ട് കൊണ്ടുപോയിട്ട് നമ്മള് കുയ്യൊക്കെ റെഡി ആണെങ്കിൽ കവറ് ഡ്രമ്മിന് പരിക്ക് പറ്റാതെ മരത്തിന് പരിക്ക് പറ്റാതെ നിലത്ത് നല്ല സെറ്റപ്പിൽ വെക്കും. ഇതേമാതിരി കഴിഞ്ഞ പ്രാവശ്യം മാങ്ങ ഉണ്ടായിന്റെ അതേമാതിരി കവറിലൊന്നിണ്ടാണ്. ഈ വസന്ത് ഇത് മല്ലിക മാങ്ങ ഉണ്ടില്ലേ. മല്ലിക നമ്മൾ കുറച്ചൊക്കെ പൊട്ടിച്ചേരും. കാരണം വെച്ചാൽ ഒന്നായിട്ട് ഇവിടെ നിർത്തുമ്പോ നമുക്ക് ഇത് താങ്ങൂല. അതാ അടക്ക മല്ലിക ആ സൈഡില്. പക്ഷെ ഇതിന് തൈന് വണ്ണം കണ്ടില്ലേ കൈയൊന്നും നമുക്ക് എത്തൂല. പക്ഷെ ഇതൊക്കെ അനുസരിച്ച് അപ്പൊ 10 ഉറുപ്പ്യ വരും. 10,000 രൂപ. ആ കാരണം ഇത് പിന്നെ വേറെ മാങ്ങയാണ്. ഇത് നമുക്ക് കുറച്ച് വലിയ വിലക്ക് വന്നാണ്. ഇപ്പൊ കമ്പക്കാർക്ക് കൊടുക്കും. പെട്രീഷ ആ അടിച്ചു വെക്കാൻ മതി. ഇത് കുറച്ച് വലിയ മാങ്ങയാണ്. എന്താന്ന് വെച്ചാല് വിലക്ക് വന്നാണ്. ഇതിപ്പോ നമുക്ക് അതിന്റെ മാതിരി 10 ഉറുപ്പ്യ കൊടുക്കാം. പൂ നമ്മ ഒന്നുകൂടി കാത്തു നോക്കണം. അല്ലെങ്കിൽ നമുക്ക് ഡ്രം ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഇതുകൊണ്ട് പെട്രീഷട്ട് അതിന്റെ പേര്. പിന്നെ വലിയ അഭ്യത കായ് കഴിഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് ഓഫർ ഇട്ട് കൊടുക്കാം. കായ് കഴിഞ്ഞു നമ്മൾക്ക് കായ് ഉണ്ടായപ്പോ നമ്മള് 7 വിറ്റിണ്ടാണ്. ഇതിപ്പോ നമുക്ക് ഒരു ഓഫർ എന്ന നിലയ്ക്ക് 3.5 കൊടുക്കാം. നേർ പൗതി 3500 രൂപ കൊടുക്കാം. വലിയ മരം. ഇനിയിപ്പോ അടുത്തെല്ലാം ആണ്ടേ കായ് ആണെങ്കിൽ ഫ്ലവർ ചില ഭാഗത്തൊക്കെ ഫ്ലവർ ഉണ്ട്. വലിയ സാധനം കേട്ടോ. വലിയ മരം 3,500-ന്. നമ്മള് ഇവിടെ ഡെലിവറി ഉണ്ട് ഇല്ല കേട്ടോ. ഇവിടുത്തെ വിലയാണ് പറയുന്നത് കേട്ടോ. ഡെലിവറി നമ്മൾ ഇതിനനുസരിച്ച് കൂടും. കാരണം വലിയ മരമൊക്കെ നമ്മൾ ലോങ് ഡെലിവറി വന്നാല് നമുക്ക് അത്രയും സ്പേസ് പോകും. അപ്പൊ അതിനനുസരിച്ച് ഡെലിവറി ചാർജ് നമ്മൾ വേറെ കൂടും. ഇവിടുത്തെ റേറ്റ് നമ്മൾ 3.5 അത്രയും വലുത് കിട്ടും. അതിന് വണ്ണം കണ്ടില്ലേ. ഇത് നമ്മൾ വിയറ്റ്നാമിന്റെ റെഡ് വിയറ്റ്നാം റെഡ് ഇട്ടാ 500 ഓഫർ നിലക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ കായ് കുറക്കാന്നുള്ളൂ. പിന്നെ അതാ വിയറ്റ്നാമിന്റെ സാധാ നമ്മളതാ വലിയ വലിയ കവറുകള് വിയറ്റ്നാം. പിന്നെ കാലാപ്പാടിയൊക്കെ അതാ പൂട്ട സൈസ് 800 നല്ല സൈസ് അതാ കാലാപ്പാടി കാണുന്നുണ്ടോ. എവിടെയൊക്കെ മാവ് അവിടെ ഒക്കെ ഉണ്ട്. മാവ് കാലാപ്പാടി നല്ല ബുഷായിട്ടുള്ള 800 ഉള്ളൂ. കുളമ്പ് നല്ല 800 ഉള്ളൂ. നല്ല വലിയ വലിയ മരങ്ങള് കുളമ്പ്. ഈ കാലാപ്പാടി 800 രൂപന്റെ ഒക്കെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അവിടെ. 800 ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതേമാതിരി ജഹാംഗീർ കഴിഞ്ഞ പ്രാവശ്യം
നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് കാണുന്ന ഫ്ലവർ വരികയാണ് ഒക്കെ ജഹാംഗീറാണിത്. ഇതിന്റെ ഫ്ലവർ ജഹാംഗീർ ഫ്ലവർ തന്നെ 800 ഉള്ളൂ. എന്താ ഇവിടൊക്കെ അടുത്തതാ ഇത് ജഹാംഗീർ ആകും ഫ്ലവർ വരികയാണ്. ഫ്ലവർ വരുന്നു സ്റ്റാർട്ടിങ്. ഇനി ജഹാംഗീർ അവിടെ ഉണ്ട്, ഫ്ലവർ വരുന്നുണ്ട്. ജഹാംഗീറിന്റെ ഇപ്പം കുളമ്പ് കുട്ടർക്കോണൊക്കെ ആദ്യം ഇങ്ങനെ ഫ്ലവർ ആയി. കാലാപ്പാടി ഫ്ലവർ ആയതായത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തെരഞ്ഞെടുത്താണ്ട് എപ്പോഴും ഫ്ലവർ ഉള്ളത് നോക്കിയത്. ചെടി നല്ല ആരോഗ്യമുള്ള നല്ല ചെടിയൊക്കെ എടുക്കുക. ഫ്ലവർ ഇപ്പൊ ചെറുതിമലൊക്കെ ഇപ്പൊ കാലാപ്പാടി ഇപ്പൊ ചെറുതിമലൊക്കെ ഫ്ലവർ വരും. പക്ഷെ ഫ്ലവർ എല്ലാം നോക്കണ്ട്. നല്ല ഹെൽത്തി നല്ല പ്ലാന്റ് നല്ല കടവണ്ണൊക്കെ ഉള്ള നമ്മള് ഡ്രമ്മൊക്കെ ഹൈറ്റ് കുറഞ്ഞത്, നിലത്തേക്കാകുമ്പോ കുറച്ച് ഹൈറ്റ് ഉള്ളത് വെക്കാം. അതിനനുസരിച്ച് തെരഞ്ഞെടുക്കുക. മല്ലിയൊക്കെ ഫ്ലവറിൽ എടുക്കുന്നതല്ല. കാരണം മല്ലിയൊക്കെ എന്താ വെച്ചാൽ ചില മല്ലിക പല സ്ഥലത്തും ബെഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ആ സ്ഥാനത്ത് ആന്ധ്ര മല്ലികയാണ് ഏറ്റവും നല്ലത്. മല്ലിക എടുക്കുമ്പോ ഫ്ലവർ എടുക്കുമ്പോ, അതായത് മല്ലിക എടുക്കുമ്പോ അത് നല്ല തൈ 200-100 തൈ വെച്ചാലും അങ്ങനെയാണ്. ഡ്രാഗൺ നമ്മളെ മലേഷ്യൻ ഹൈബ്രിഡ് ആണ് സാധനം. ഇത് ഇത്രയും വലിയ കാശ് നമ്മളിപ്പോ ഒരു ഓഫർ ഇട്ടാണ് 50 കൊടുക്കുന്നുണ്ട്. അത് ഈ മാസം കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ സാധാ റേറ്റ് ഇത്ര കസ്റ്റന് 50 ആവും. ഇതിപ്പോ ഡബിൾ ആയില്ലേ? ഡബിൾ സൈസ് ആയി. ഡബിൾ ആണ്. ഇത്രയാണ് 50, ഒരടിയാണ് 50 ഉണ്ടാവുക. ഇത് 3 അടിയൊക്കെ ഉണ്ട്. 3 അടി വന്നിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഈ 3 അടിയുള്ള ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. നമ്മൾ കൊറിയർ ഇങ്ങനെ 3 അടി എടുക്കുക നമ്മൾ ചെയ്യൂല. അപ്പൊ നമ്മളിത് 2 ദിവസം 3 ദിവസം ആക്കി വിടുക കൊറിയർ. കാരണം നമുക്കിത് അങ്ങനെ പാക്കിങ് ചെയ്യാൻ ഒക്കൂല. കാരണം കൈ അത്ര നീളത്തിൽ പാക്കിങ്ങും ചട്ടിയൊക്കെ നമ്മൾ വേറെ വേണം. അപ്പൊ നമ്മളിപ്പോ കൊറിയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, 2 ദിവസമോ 3 ദിവസമൊക്കെ ആക്കിയിട്ട് അങ്ങനെ വിടും. അപ്പൊ എത്ര കസ്റ്റം വേണ്ടി നമ്മൾ എത്ര സാധനം ഉണ്ട് പാക്ക് ചെയ്ത് കണ്ടായി തരും. അതേമാതിരി അതിൽ ഇസ്രായേലും പലവരൊക്കെ ആണെങ്കിൽ 200 റുപ്യ വരും. തായ്ക്കിങ് ഞാവള് ഫ്ലവർ വരുന്നതാ. ഫ്ലവർ തായ്ക്കിങ് നമ്മൾ ഒരു കൊല്ലം കൊണ്ട് ഇതാണ്ടോ ഫ്ലവറാ ഫ്ലവറാ വരുന്നത്. തായ്ക്കിങ് ഒറ്റ കൊല്ലം കൊണ്ട് കായ്ക്കും. 400 റുപ്യ തൈ വെച്ചാൽ അടുത്ത വർഷം കായ്ക്കും. അങ്ങനെ എഡോസ്റ്റാർ പൊട്ടിക്കാനായിട്ടില്ല. എഡോസ്റ്റാർ അല്ല കായപ്പിടുത്താണ്. ഇതിലേറെ കായപ്പിടുത്താണ് നമ്മളെ ബ്ലാക്ക് ലീഫ്. പക്ഷെ ബ്ലാക്ക് ലീഫ് കായ്ക്കാൻ 3 വർഷം 2.5 വർഷം കഴിയും. ഇത് 1.5 വർഷം കൊണ്ട് കായ്ക്കും. ചെറിയ 500 തൈ വെച്ചാലും 1.5 വർഷം കൊണ്ട് കായ്ക്കും. എഡോസ്റ്റാർ 100 റുപ്യന്റെ പർപ്പിള് മട്ടോവ ജയന്റ് പർപ്പിൾ അല്ല, പർപ്പിള് 100 റുപ്യ. ഇത് ജയന്റ് പർപ്പിൾ ആണെങ്കിൽ 300. ജയന്റ് പർപ്പിളും ഒക്കെ നല്ല സീസൺ അല്ലാതെ കിട്ടും കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ഫ്ലഷും ഉണ്ട്.